എന്താ മക്കൾ ഇവിടെ നിൽക്കുന്നത്? നിങ്ങളെ കാണാതെ വീട്ടിൽ പേടിക്കില്ല. ഞങ്ങൾ പടക്കം കാണാൻ വന്നതാ. അച്ഛൻ പടക്കം മേടിക്കില്ല, പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അവരുടെ അച്ഛൻ സുഖിലാണ്ട് കിടപ്പിലാണ്. ഓ അതെയോ, നിങ്ങൾക്ക് പടക്കം വേണോ? സാരമില്ല, അങ്കിൾ മേടിച്ചു. കുട്ടികൾക്ക് കുറച്ച് പടക്കം കൊടുക്കാം. നിങ്ങൾ എവിടെയാണ്? ഇപ്പൊ ഇവിടെ നിന്ന് കട്ടില്ലല്ലോ. ഞാനാണ് പള്ളിക്കുന്നിൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നത്. ഓ അതെയോ. സജിയേട്ടൻ്റെ ആരെങ്കിലും ആണോ? സജിയുടെ കസിനാണ്. മാലിന്റെ നിസാറിന്റെ കുട്ടികൾക്ക് വെച്ചാൽ സഞ്ജയ് ഇത്. കുട്ടിയെ ഞാൻ വീട്ടിലാക്കാം. ആ ശരി. അമ്മേ, അമ്മേ, ഈ അങ്കിളുണ്ടല്ലോ ഞങ്ങൾക്ക് കുറെ പടക്കങ്ങളും ഭക്ഷണവും വാങ്ങിച്ചു തന്നു. ഈ സഞ്ജയൻ എന്തോനെ അങ്കിള് മേടിച്ചുള്ള പടക്കങ്ങളോ? എന്തിനാ ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തത്? അത് സാരമില്ല, അവരുടെ സന്തോഷത്തിനല്ലേ. കുട്ടികളുടെ അച്ഛനെ ഒന്ന് കാണണം. വാ അങ്കിളെ, അച്ഛനെ എവിടെയാ ഉള്ളത്? വാ അങ്കിള്, എവിടെ ഇരിക്കും? ഓ, ഇത് നമ്മുടെ വേണോട്ടനല്ലേ? അതെ, ഇതൊക്കെ വേണോട്ടിനറിയോ? ഞാൻ ഗൾഫിൽ പോയപ്പോൾ ജോലിയില്ലാതെ കഷ്ടപ്പെട്ട എത്രയോ ദിവസങ്ങൾ, എനിക്ക് ഭക്ഷണം വാങ്ങാൻ പോലും ഗതിയില്ലാത്തൊരവസരത്തിൽ എൻ്റെ മുന്നിൽ ദൈവത്തെ പോലെ വന്ന ഒരു വ്യക്തിയാണ് വേണോട്ടൻ. എൻ്റെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കിയ അദ്ദേഹം എന്നെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി എനിക്ക് ആവശ്യത്തിന് ഭക്ഷണവും താമസവും എനിക്കൊരു കമ്പനിയിൽ വലിയൊരു ശമ്പളത്തിൽ ജോലിയും വാങ്ങി തന്നു. കൂടെയുള്ള ആളുകൾക്ക് വേണോട്ടൻ എങ്ങോട്ടാ പോയെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ കുറേ അന്വേഷിച്ചു. എന്നീ നിലയിലെത്തിയത് ഇദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. വേണോട്ടിനാണെന്ന് പറഞ്ഞു. ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് നട്ടലിന് അസുഖം ബാധിച്ച് കിടപ്പിലായത്. എല്ലാം വിറ്റുപൊറുക്കി ചികിത്സിച്ചു. കുട്ടികളുടെ പഠിപ്പൊക്കെ വലിയ സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. ഇപ്പോൾ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് കുട്ടികളെ വേറെ സ്കൂളിലേക്ക്, ചെറിയ സ്കൂളിലേക്ക് മാറ്റി ചേർത്തു. എൻ്റെ കൂട്ടുകാരൻ ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് വേണോട്ടിനെ എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വേണോട്ടിൻ്റെ രോഗം ഭേദമാക്കിയെടുക്കാൻ നോക്കും. അവൻ അത്രയും കഴിവുള്ള ഡോക്ടറാണ്. ഞാൻ അവനോട് സംസാരിച്ചിട്ട് നാളെ വരാം. അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. ഇന്ന് എൻ്റെ കുടുംബം ഈ ഒരു നിലയിൽ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. എന്നെ ഇത്രയധികം സഹായിച്ച എൻ്റെ വേണുമായിട്ടിന്ന് തിരിച്ചെന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ അത് തന്നെ എൻ്റെ ജീവിതത്തിലെ വലിയ പുണ്യമായിട്ട് ഞാൻ കരുതുന്നു. മരുന്നിന് പോലും ഇപ്പോൾ കിട്ടുന്നതുകൊണ്ട് തികയുന്നില്ല. 3 വീടുകളിൽ ജോലിക്ക് പോകും. അതാണ് ഇവിടുത്തെ അവസ്ഥ. മോളെ പേടിക്കണ്ട, അച്ഛൻ പഴയ നിലയിലാകും. ദൈവമാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചത്. വേണത്തിന് എല്ലാവരും സഹായിച്ചിട്ടേ ഉള്ളൂ. ഇന്ന് വരെ വേണത്തിന് അസുഖമായിട്ടുള്ളൂ. ഒരാൾ പോലും ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ പോയി നാളെ വരാം. അച്ഛനെ ആദ്യം ഡോക്ടറെ കാണിക്കട്ടെ. ഇത് നിന്റെ മക്കളെ പഴയ സ്കൂളിൽ തന്നെ ചേർക്കണം കേട്ടോ. ചേച്ചി വരട്ടെ. കുട്ടികളുടെ സന്തോഷം കണ്ടോ? അതിനും വലിയ വിഷയം വേറെ എന്താ നോക്കാൻ